ലഡാക്കിന്റെ അവകാശങ്ങൾക്കായി പോരാടുന്ന സോനം വാങ്ചുക്കിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്നാണ് ലഡാക്ക് DGP പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ കലാപം ഉണ്ടാക്കുക എന്നതായിരുന്നു എന്ന് ചുരുക്കി പറയാം. വാങ്ചുക്കിന്റെ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും സന്ദർശനങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് വരുന്നതായാണ് SD സിംഗ് ജാങ്വാൾ പറയുന്നത്. സമാധാനപരമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന എക്കാലവും ലഡാക്കിന്റെ ഉന്നമനത്തിനായി നിന്ന വ്യക്തിയെയാണ് ഇപ്പോൾ രാജ്യവിരോധിയും രാജ്യദ്രോഹിയുമൊക്കെയാക്കി മാറ്റിയിരിക്കുന്നത്. ലഡാക്കിന്റെ അവകാശങ്ങൾക്ക് വേണ്ട വിധം പരിഗണനകൾ നൽകാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട്. അത് ചെയ്യുന്നില്ല എന്നത് തന്നെയാണ് പ്രക്ഷോഭങ്ങൾക്ക് വഴിതെളിച്ചതും. എന്നാൽ സമാധാന ചർച്ചകൾക്ക് വാങ്ചുക്ക് തുരങ്കം വെച്ചു. വാങ്ചുക്കിന്റെ സ്ഥാപനത്തിന്റെ നിയമലംഘനം ബോധ്യപ്പെട്ടതിനാലാണ് ലൈസൻസ് റദ്ദാക്കിയത്. വാങ്ചുക്കിന് പാക് ബന്ധങ്ങളുണ്ടെന്നും കലാപം ഉണ്ടാക്കുകയായിരുന്നു പ്രതിഷേധക്കാരുടെ ലക്ഷ്യമെന്നുമാണ് DGP ഉയർത്തുന്ന വാദം. ലഡാക്കിൽ പ്രതിഷേധിക്കുന്ന സംഘടനകളെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. പ്രതിഷേധം കണക്കിലെടുത്ത് സോനം വാങ്ചുക്കിനെ പാർപ്പിച്ചിരിക്കുന്ന രാജസ്ഥാനിലെ ജോധ്പൂർ ജയിൽ പരിസരത്ത് ഉൾപ്പെടെ സുരക്ഷ കൂട്ടിയിട്ടുമുണ്ട്. റാലികളും പ്രതിഷേധ പ്രകടനങ്ങളും ഒരറിയിപ്പുണ്ടാകും വരെ നിരോധിച്ചു. ഇന്റർനെറ്റ് നിരോധനം നീളുമെന്നാണ് വിവരം. എതിർ ശബ്ദങ്ങളെ സർക്കാർ ഭയക്കുന്നതിന്റെ തെളിവാണ് വാങ്ചുക്കിന്റെ അറസ്റ്റ് എന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്ന വിമർശനം. അതൊരു തരത്തിൽ സത്യവുമാണ്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന് സംസ്ഥാന പദവി നൽകാൻ പാർലമെന്റിൽ ബില്ലെത്തിച്ച് പാസാക്കിയെടുത്താൽ മതി. പ്രതിപക്ഷവും ആ ആവശ്യത്തെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ സാങ്കേതിക തടസ്സങ്ങളൊന്നും സർക്കാരിന് മുന്നിലില്ല. എന്നാൽ 6ാം ഷെഡ്യൂൾ പ്രകാരം സ്വയംഭരണാവകാശം നൽകാൻ കേന്ദ്രത്തിന് ഒരു താല്പര്യവുമില്ല എന്ന മട്ടിലാണ്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ലഡാക്കിൽ ജില്ലാ കൗൺസിലുകൾക്കടക്കം സ്വയംഭരണാവകാശം നൽകാനാവില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇത്രയും തന്ത്രപ്രധാന മേഖലയിൽ ഇടപെടാനുള്ള പൂർണ്ണാധികാരം വേണമെന്നാണ് കേന്ദ്രത്തിന്റെ കണിശമായ നിലപാട്. അതുകൊണ്ട് പിന്നാക്ക സംവരണത്തിലടക്കം പരിധി ഉയർത്താനും യുവാക്കളുടെ രോഷം ശമിപ്പിക്കാൻ സർക്കാർ ജോലിയിൽ തസ്തികകൾ കൂട്ടാനും കേന്ദ്രം തയ്യാറായേക്കുമെന്നാണ് സൂചന. ലഡാക്കിലെ കലാപത്തിന് പിന്നിൽ രാഹുൽ ഗാന്ധിക്ക് പങ്കുണ്ടെന്ന വാദത്തിൽ തന്നെയാണ് BJP ഇപ്പോഴും തുടരുന്നത്. കലാപത്തിന് പിന്നിൽ വിദേശ ഗൂഢാലോചന ഉൾപ്പെടെ ആരോപിക്കുന്ന BJP യഥാർത്ഥത്തിൽ കലാപകാരികളെ അടിച്ചമർത്തുന്ന തീരുമാനം തന്നെയാണ് സ്വീകരിച്ചു പോരുന്നത്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര സർക്കാർ കാണിച്ച വഞ്ചനയാണ് കലാപത്തിന് ഇടയാക്കിയതെന്ന് അടിവരയിടുന്നുണ്ട്.